കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. നിഖിൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കോട്ടയത്ത് കുട്ടികൾക്ക് അധികം ടെൻഷനൊന്നുമില്ല, അവർ നല്ല ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇനി കോഴിക്കോടേക്ക് വരുമ്പോൾ എന്താണ്, നമ്മുടെ കുട്ടികളൊക്കെ അതേപോലെയല്ലേ, അതേ സ്പിരിറ്റിലല്ലേ എക്സാം എഴുതാൻ പോകുന്നത്? തീർച്ചയായിട്ടും കൃഷിര, ഹാഷ്മി, ഞാനിപ്പോൾ ഉള്ളത് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇവിടെയും കുട്ടികൾക്ക് അങ്ങനെ വലിയ ആശങ്ക ആദ്യമൊന്നുമില്ല. അവർ രാവിലെ തന്നെ വന്ന് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞാണ് എത്തിച്ചേർന്നത്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മോഡൽ പരീക്ഷയിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് അവർക്ക് ഏതെങ്കിലും പാഠഭാഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അങ്ങനെ വളരെ ഹാപ്പിയാണ്, ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഹാപ്പി അല്ലേ മോളെ? എനിക്ക് ഇതാണോ മറ്റേ സംസ്കൃതമാണ്, മലയാളം സംസ്കൃതം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ചോദ്യപേപ്പറൊക്കെ ആയിട്ടാ വന്നത്. ഓൾ സെറ്റ് അല്ലേ? മോളെ, എന്തൊക്കെ ഇന്നത്തെ പ്രതീക്ഷ? ക്വസ്റ്റ്യൻസ് നല്ലതായിട്ടുണ്ടെങ്കിൽ നല്ലോണം എഴുതാ എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുക. അപ്പം കൂൾ ഓഫ് ടൈം ഒക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തും. എനിക്ക് കാശ്മീർ സ്കൂളിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നിയത്, ഒരു ടീച്ചർ ഇവിടെ ആ മഞ്ഞ ചുരിദാറിട്ട് നിൽക്കുന്ന ടീച്ചറില്ലേ, അവർ വരുമ്പോൾ എല്ലാ കുട്ടികളെയും കണ്ട് അവരെ പോസിറ്റീവാക്കി അവർക്കൊന്ന് കൈ കൊടുത്ത് അവരെ ഒന്ന് കൂളാക്കിയിട്ട് ഈ സ്കൂളിലേക്ക് കടത്തി വിടുന്നത് കണ്ടു. എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഈ ടീച്ചർ ഈ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്, വളരെ ഹാപ്പി ആയിട്ട് ഓരോ കുട്ടികളെയും കാണുകയാണ്. ടീച്ചർ എല്ലാവരെയും കാണുന്നുണ്ട്, നിങ്ങൾ എല്ലാവരോടും സംസാരിച്ച് അവരോട് കൂളാക്കിയിട്ടാണ് കടത്തി വിടുന്നത്. അതെ, അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല, എന്തായാലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യില്ലേ. അപ്പോൾ എത്ര കൂളാക്കിയാലും അവരുടെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട് സപ്പോർട്ട് കൊടുത്ത് അവരെ നല്ല ഊർജ്ജത്തോടെ പരീക്ഷ എഴുതിക്കാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. എനിക്ക് തോന്നിയത് ഈ സ്കൂളിൽ ഒരു പ്രത്യേകതയായിട്ട് അനുഭവപ്പെട്ടത്, ഇവിടെ 8 മണി മുതൽ പരീക്ഷ 9:30-9:30ക്കാണ് തുടങ്ങുന്നത്. 9:30ക്ക് കൂൾ ഓഫ് ടൈം ആരംഭിക്കും. 8 മണി മുതൽ തന്നെ ഇവിടെ കുട്ടികൾക്കുള്ള ഒരു 8 മണി മുതൽ ഒരു ക്ലാസ്, ഇന്ന് ഏത് വിഷയമാണോ പഠിപ്പിക്കുന്നത് അതിൽ കൃത്യമായിട്ട് അവർക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി, ഏറ്റവും ഫൈനലായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും കുട്ടികൾ ഓരോരുത്തരായി ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇനിയിപ്പോൾ ക്ലാസ് മുറികളിലേക്ക് അവർ പ്രവേശിക്കും. മോളെ, എല്ലാം സെറ്റ് അല്ലേ? അറബിക്കാണല്ലേ ഇന്ന്? അപ്പൊ അറബിക്ക്, അതോടൊപ്പം തന്നെ മലയാളം, സംസ്കൃതം, ഇതെല്ലാം ഒരേ സമയമാണ് പരീക്ഷകൾ നടക്കുന്നത്. അപ്പൊ കുട്ടികൾ ഹാപ്പിയാണ്, സെറ്റാണ്, കൂളാണ്, എല്ലാവരും വളരെ കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ് മുറികളിലേക്ക് കടക്കുകയാണ്. അതെ, അപ്പൊ ഹാപ്പി എക്സാം, ഹാപ്പി മലയാളം, സംസ്കൃതം, അറബിക് എക്സാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.